വെൽക്കം, തായ്മാനാണ്. പ്രമേഹ രോഗത്തിനുള്ള മരുന്ന് അതല്ലേ നമ്മുടെ 7ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ വായിലൂടെ ഓറൽ ഗുളികയായിട്ട് കഴിക്കുന്ന പയോഗ്ലിറ്റസോൺ, ഇതാണ് പ്രധാന മരുന്ന് എന്ന മരുന്ന് ഉൾപ്പെടുന്ന PPAR ഗാമ അഗോണിസ്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. PPAR ഗാമ അഗോണിസ്റ്റ് എന്നാണ് ഈ ഗ്രൂപ്പിന്റെ പേര്. മറ്റൊരു പേര് തയാസോളിഡിൻ ഡയോൺസ് എന്നും നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ഗ്ലിറ്റസോൺസ്, ബിക്കോസ് എല്ലാ മരുന്നിന്റെയും അവസാനം ഗ്ലിറ്റസോൺ എന്നുണ്ട്. ഇപ്പൊ PPAR ഗാമ അഗോണിസ്റ്റ് മരുന്നുകൾ ഏതെല്ലാം ആണെന്ന് വെച്ചാൽ, ആദ്യം ഇറങ്ങിയത് ട്രോഗ്ലിറ്റസോൺ ആണ്. ഗ്ലിറ്റസോണിന് ഞാൻ G മാത്രമേ എഴുതുന്നുള്ളൂ. ട്രോഗ്ലിറ്റസോൺ അത് നിരോധിച്ചു, ബാൻഡാണ്. ഹെപ്പറ്റോക്സിറ്റി ആയിരുന്നു കാരണം. രണ്ടാമത്തെ ഇറങ്ങിയത് റോസിഗ്ലിറ്റസോൺ ആണ്. റോസിഗ്ലിറ്റസോൺ പല രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട്, പക്ഷെ അമേരിക്കയിലൊക്കെ റെസ്ട്രിക്റ്റഡ് യൂസ് ആണ്. റെസ്ട്രിക്റ്റഡ് യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം. എങ്കിലും ഇന്ത്യയിലൊന്നും അവൈലബിൾ അല്ല. പിന്നെ ഇറങ്ങിയ മരുന്നാണ് പയോഗ്ലിറ്റസോൺ. പയോഗ്ലിറ്റസോൺ ഇന്ത്യയിൽ 2013 ഒരു 2 മാസം നിരോധിച്ചു, പക്ഷെ പിൻവലിച്ചു. ഇപ്പൊ ഉപയോഗത്തിലുള്ള മരുന്നാണ്. സോ ഈ മരുന്ന് മാത്രമാണ്, പയോഗ്ലിറ്റസോൺ മാത്രമാണ് PPAR ഗാമ അഗോണിസ്റ്റ് വിഭാഗത്തിൽ പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ഏക മരുന്ന്. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന അധികവും പയോഗ്ലിറ്റസോണിനെ കുറിച്ച് മാത്രമായിരിക്കും. പയോഗ്ലിറ്റസോൺ കഴിക്കുന്നത് ഗുളികയായിട്ടാണെന്ന് പറഞ്ഞു. ഇത് ഏകദേശം 15 to 45 മില്ലിഗ്രാം. ഇതാണ് സാധാരണ ഇവയുടെ ഡോസ്. ഉപയോഗം ടൈപ്പ് 2 ഡയബറ്റീസിലാണ്. ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ടൈപ്പ് 2 പ്രമേഹത്തിൽ മാത്രമാണ്, ടൈപ്പ് 1 ഉപയോഗിക്കുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കുക. ഈ മരുന്നിന്റെ പ്രവർത്തന ഫലം ലഭിക്കാൻ കുറച്ച് സമയമെടുക്കും, ആഴ്ചകളോളം എടുക്കും, വീക്സ് ടു മന്ത്സ് പൂർണ്ണ രീതിയിൽ ഫലം കിട്ടാൻ. ഇതിയുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കാം, എങ്ങനെ മരുന്ന് പ്രവർത്തിക്കുന്നു. ഈ മരുന്നിനെ നമ്മൾ ഇൻസുലിൻ സെൻസിറ്റൈസർ എന്നാണ് വിളിക്കുക. ഇൻസുലിൻ സെൻസിറ്റൈസേഴ്സ് വിഭാഗത്തിൽ പെടുത്താവുന്ന മരുന്നാണ് ഇൻസുലിൻ സെൻസിറ്റൈസേഴ്സ്. ടൈപ്പ് 2 ഡയബറ്റീസിൽ പല ആൾക്കാർക്കും ഇൻസുലിൻ ഉണ്ട്, കൂടുതലുണ്ടാവും, ചിലപ്പം ഇൻസുലിൻ കൂടുതലായിട്ടുണ്ടാവും, പക്ഷെ അത് പഴയതുപോലെ പ്രവർത്തിക്കുന്നില്ല, ഓർ ഫലിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. ഈ മരുന്നുകൾ ഇത് കുറയ്ക്കും. സോ ഇൻസുലിൻ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കും, ഓർ അതിന് നമ്മൾ പറയാ റെഡ്യൂസ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ പഴയ പോലെ പ്രവർത്തിക്കാത്തതിന് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്ന് പറയാ, അത് കുറയ്ക്കും. ഓർ ഇംപ്രൂവ്സ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി. ഇൻസുലിനോട്, ഇൻസുലിന്റെ റിസെപ്റ്റേഴ്സിനോ ബാക്കിയുള്ള മറ്റ് ഇൻസുലിന്റെ മെക്കാനിസം ആക്ഷനിലുള്ള പ്രവർത്തനങ്ങളോടൊക്കെ കൂടുതൽ പ്രതിപത്തി ഉണ്ടാക്കും. സോ ഇൻക്രീസ്ഡ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ആൻഡ് ഡിക്രീസ്ഡ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. സോ ഈ മരുന്ന് കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫലിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഇൻസുലിൻ വേണം എന്നുള്ളതാണ് ഒരു അത്യാവശ്യം. സോ വി നീഡ് ഇൻസുലിൻ ഇൻ അവർ ബോഡി. ഈ മരുന്നുകൾ പ്രവർത്തിക്കുന്നത് സെൽസിന്റെ ന്യൂക്ലിയസിലുള്ള, ഇപ്പൊ ഇതൊരു സെല്ലാണെങ്കിൽ ഇതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനകത്താണ് DNA. ഈ ന്യൂക്ലിയസിനകത്ത് ഉള്ള ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള PPAR ഗാമയിലാണ്. PPAR ഗാമയിലാണ് ഇവ പ്രവർത്തിക്കുക. PPAR എന്ന് വെച്ചാൽ P for പെറോക്സിസോം എന്നാണ് പറയാ. P for proliferator, activated, A for activated and R for receptor. അതിലെ തന്നെ ഗാമ അവിടെയാണ് പ്രവർത്തിക്കുക. PPARന്റെ ഫുൾ ഫോം ഇതാണ്. സോ ഈ റിസപ്റ്റർ ഏറ്റവും കൂടുതലുള്ള എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇത് നമുക്ക് അഡിപ്പോസ് ടിഷ്യൂ ആണെന്ന് പറയാം. ഏറ്റവും കൂടുതൽ ഉള്ളത് അഡിപ്പോസ് ടിഷ്യൂവിലാണ്. അഡിപ്പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഴുപ്പ് സ്റ്റോർ ചെയ്യുന്ന സ്കിന്നിന്റെ അടിയിലുള്ള ടിഷ്യൂക്കൾ അഡിപ്പോസ് ടിഷ്യൂ ആണ്. മറ്റ് പല അഡിപ്പോസ് ടിഷ്യൂ ഉണ്ട്, എങ്കിലും ഞാൻ പറഞ്ഞത് പെരിഫറൽ അഡിപ്പോസ് ടിഷ്യൂ എന്നാണ്. ദെൻ ലിവറിൽ പ്രവർത്തിക്കാം, ഹൃദയത്തിൽ പ്രവർത്തിക്കാം, സ്കെലിറ്റൽ മസിൽ തുടങ്ങിയ വിവിധ സെല്ലുകളിലും ഈ PPAR ഗാമ ഉണ്ട്. സോ അവിടെ പോയിട്ടാണ് ഇത് പ്രവർത്തിക്കുക, അവിടെ അഗോണിസ്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുക. ഇനി ഇവിടെ ഒട്ടിച്ചേർന്നാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റിസപ്റ്ററിൽ ഒട്ടിച്ചേർന്നാൽ പലവിധ പ്രോട്ടീൻസിന്റെ ജീന്റെ എക്സ്പ്രഷൻ വർദ്ധിക്കും. സോ ഇത് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മുടെ മരുന്ന് ഒട്ടിച്ചേരുമ്പോൾ ദിസ് വിൽ ആക്ടിവേറ്റ് ജീൻ ട്രാൻസ്ക്രിപ്ഷൻ ഓർ ജീൻ എക്സ്പ്രഷൻസ് വർദ്ധിക്കും. ജീൻ എക്സ്പ്രഷൻ വർദ്ധിക്കുമ്പോൾ പലതരം പ്രോട്ടീനുകൾ കൂടുതലുണ്ടാകും. സോ ഈ പ്രോട്ടീനുകളെ നമുക്ക് ഇൻസുലിൻ റെസ്പോൺസീവ് പ്രോട്ടീൻസ് എന്നോ ഇൻസുലിൻ റെസ്പോൺസീവ് എലമെന്റ്സ് എന്നോ നമുക്ക് വിളിക്കാം. സോ ഇത് ഇവിടെ ഒന്ന് വർക്ക് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഇൻസുലിൻ റെസ്പോൺസീവ് എലമെന്റ്സ് ഉണ്ടാകുന്നു. സോ ഇപ്പൊ ഇതൊരു അഡിപ്പോസ് ടിഷ്യൂ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അഡിപ്പോസ് ടിഷ്യൂവിൽ ഇത് ഇവിടെ നിന്ന് PPAR ഗാമ പിടിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇത് ഉണ്ടാക്കുന്നത് ഒരു റെസ്പോൺസീവ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് GLUT4 ആണ്. GLUT4 ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 4 ആണ് ഈ GLUT4 എന്ന് പറയും. GLUT4ന്റെ എക്സ്പ്രഷൻ കൂട്ടും. ട്രാൻസ്പോർട്ടേഴ്സ് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതിനെ ഇങ്ങോട്ടേക്ക്
നീക്കും. ട്രാൻസ്ലൊക്കേഷൻ എന്നാണ് അതിന് പറയുക. സോ ഇതൊരു GLUT4 ആണെന്ന് വിചാരിക്കുക. ഓർ കൂടുതലായിട്ട് GLUT4 ഉണ്ടാവുകയും അത് ഇവിടെ വന്ന് ചേരുകയും ചെയ്യും. സോ GLUT4 ഇവിടെ വന്ന് പിടിക്കുമ്പോൾ ഗ്ലൂക്കോസിന് ഇങ്ങോട്ട് കടക്കാനായിട്ട് സാധിക്കും. ഗ്ലൂക്കോസിന് സെൽസിനകത്തേക്ക് കൂടുതലായിട്ട് കടക്കാനായിട്ട് സാധിക്കും. സോ അഡിപ്പോസ് ടിഷ്യൂല് ഗ്ലൂക്കോസ് കൂടുതലായിട്ട് വരുന്നു. ഗ്ലൂക്കോസ് നമുക്ക് ഫാറ്റോ എന്തൊക്കെയാക്കി മാറ്റി സ്റ്റോർ ചെയ്യാം. സോ അഡിപ്പോസ് ടിഷ്യൂവിനകത്തേക്ക് ഗ്ലൂക്കോസ് കൂടുതലായിട്ട് കടക്കുന്നു. സോ ബ്ലഡ് ഷുഗർ ലെവൽ ഇവിടെ ബ്ലഡ് ഷുഗർ ലെവൽ ഗ്ലൂക്കോസ് താഴും. ദെൻ ഇത് എത്ര ശതമാനം കൂട്ടുന്നു വെച്ചാൽ എൻഹാൻസ്ഡ് ഇൻസുലിൻ മീഡിയേറ്റഡ് ഗ്ലൂക്കോസ് അപ്ടേക്ക് അപ് ടു 30 to 50% വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട് ഈ മരുന്നുകൾക്ക്. ഇനി രണ്ടാമത്തെ മെക്കാനിസം, രണ്ടാമത്തെ ആക്ഷൻ വെച്ചാൽ ഇൻക്രീസ് പ്രൊഡക്ഷൻ. അപ്പൊ ഇവിടെ നിന്ന് തന്നെ അടുത്ത വർണ്ണം വന്നു. ഒന്ന് GLUT4 ആണെന്ന് പറഞ്ഞു. ഇനി ഇൻക്രീസ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പ്രഷൻ ഓഫ് മോർ ട്രൈഗ്ലിസറൈഡ് റിസെപ്റ്റേഴ്സ്. ഇവിടെ ട്രൈഗ്ലിസറൈഡ് റിസെപ്റ്റേഴ്സിന്റെ എണ്ണവും പ്രൊഡക്ഷനും കൂട്ടും, കൂടുതലാക്കുന്നു. ഇപ്പൊ എന്ത് പറ്റും? ബ്ലഡിൽ നിന്ന് കൂടുതൽ ട്രൈഗ്ലിസറൈഡ് നമ്മൾ കൊളസ്ട്രോൾ പഠിച്ചപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. സോ ട്രൈഗ്ലിസറൈഡ് സെല്ലിനകത്തേക്ക് കടക്കും. സോ ഡിക്രീസ്ഡ് ട്രൈഗ്ലിസറൈഡ്സ് ഇൻ ദ ബ്ലഡ് ഒരു 10 to 15% വരെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രീ ഫാറ്റി ആസിഡും കുറയും. സോ ഇതാണ് രണ്ടാമത്തെ ആക്ഷൻ. ഇനി മൂന്നാമത്തെ ആക്ഷൻ എന്ന് പറയുന്നത് പെരിഫറൽ ഫാറ്റ് സെൽ. ഇത് പെരിഫറൽ ഫാറ്റ് സെൽ ആണെങ്കിൽ അവിടെ അഡിപ്പോനെക്റ്റിൻ എന്ന് പറയുന്ന ഒരു സംഭവം വർദ്ധിപ്പിക്കും. സോ അത് വർദ്ധിപ്പിക്കുമ്പോൾ ഇൻക്രീസസ് ലിപ്പോജെനിസിസ്. സോ ഇതിനകത്ത് ലിപ്പോജെനിസിസ് വർദ്ധിപ്പിക്കും. കൂടുതലായിട്ട് ലിപ്പിഡ് ഉണ്ടാകും ഫാറ്റിനകത്ത്. ദിസ് പെരിഫറൽ ഫാറ്റ് സെൽസിനകത്ത് കൂടുതലായിട്ട് ലിപ്പോജെനിസിസ് ഫാറ്റ് സെൽസ് കുറയും. സോ ഇത് സ്കിൻ, സബ്ക്യൂട്ടേനിയസ് സ്കിന്നിന്റെ അടിയിലാണല്ലോ ഈ ഇതിരിക്കുന്ന അഡിപ്പോസൈറ്റ്. ചർമ്മത്തിലുള്ള അഡിപ്പോസൈറ്റ്സിന്റെ മാസ് വർദ്ധിപ്പിക്കും. മറ്റ് ഓർഗൻസിന്റെ ഇപ്പോൾ ഹൃദയം ഇതാണെങ്കിൽ ഹൃദയത്തിന്റെ ഒക്കെ ചുറ്റും ഫാറ്റ് ഉണ്ട്. ഇപ്പൊ കിഡ്നി ഇതിന്റെയൊക്കെ ചുറ്റും ഫാറ്റ് ഉണ്ട്. ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി സ്കിന്നിന്റെ അടിയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും. സ്കിന്നിന്റെ അടിയിലേക്ക് കൂടുതൽ ഫാറ്റ് എത്തും. സോ അപ്പൊ ലിവറിലൊക്കെ കൊഴുപ്പിന്റെ അളവും കുറയും. മറ്റ് ഓർഗൻസിനകത്തെയും അതിന് ചുറ്റുമുള്ളതും എല്ലാം കുറഞ്ഞിട്ട് സ്കിന്നിൻ അടിയിലേക്ക് കൂടുതലായിട്ട് ഫാറ്റ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ആൻഡ് ഇതിനൊപ്പം തന്നെ മറ്റ് ചില പ്രോ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് ഡിക്രീസ് പ്രൊഡക്ഷൻ ഓഫ് പ്രോ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ്. പല സൈറ്റോകൈൻസിന്റെ ഇതും കുറയ്ക്കും. എവിടെയാണ്? വിസറൽ അഡിപ്പോസൈറ്റ്സ്. വയറ്റിനകത്തൊക്കെ ഉള്ള വിസറൽ അഡിപ്പോസൈറ്റ്സിനകത്ത് ഒരുപാട് പ്രോ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം കുറയ്ക്കും. സോ ഓൾ ടുഗദർ നോക്കി കഴിഞ്ഞാൽ ഡിക്രീസ്ഡ് ട്രൈഗ്ലിസറൈഡ്, ബ്ലഡിലെ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കും. ഇൻക്രീസ്ഡ് HDL വർദ്ധിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ഇൻക്രീസ്ഡ് LDL കൂട്ടുന്നുണ്ട്. സോ ഇത് രണ്ടും നമുക്ക് ഓക്കെയാണ്, നല്ല ഗുണമാണ്. പക്ഷെ LDL വർദ്ധിപ്പിക്കുന്നത് നമുക്ക് അത്ര ആശാസ്യമായിട്ടുള്ള കാര്യമല്ല. എന്നാലും LDL കുറച്ച് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നാലാമത്തെ ആക്ഷൻ, ഇതിന് ലെപ്റ്റിന്റെ എമൗണ്ട് കുറയ്ക്കാൻ പറ്റും. ഇവിടെ തന്നെ ഡിക്രീസ്ഡ് ലെപ്റ്റിൻ. സോ ദിസ് ദ ഫോർത്ത് ആക്ഷൻ. സോ ലെപ്റ്റിന്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ലെപ്റ്റിൻ സറ്റൈറ്റി എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഹായ് നന്ന് എന്ന് തോന്നുക, അല്ലെ വയറ് നിറഞ്ഞു എന്ന് തോന്നുന്ന അതിനുള്ളതാണ് ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ. സോ ഇത് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? വിശപ്പ് കൂടും. ഇൻക്രീസ്ഡ് ഹങ്കർ, വിശപ്പ് കൂടും, ഭക്ഷണം വർദ്ധിക്കും. അപ്പോൾ വെയിറ്റ് ഗെയിനും വർദ്ധിപ്പിക്കും. സോ ഇതാണ് ഇവിടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത്. ഇനി മരുന്ന് ഓറൽ ഗുളികയായിട്ട് കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ആഴ്ചകളോളം മാസങ്ങളും സമയം എടുക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇനി മരുന്ന് ഭക്ഷണത്തിന് മുമ്പ് വേണോ ശേഷം വേണോ എന്ന് വെച്ചാൽ നോ പ്രോബ്ലം. ഭക്ഷണ സമയം നോക്കാതെ എപ്പോൾ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം. ഫുഡ് ഡസ് നോട്ട് ഇന്റർഫിയർ. സോ ഫുഡ് ഇത് ഇന്റർഫിയർ ചെയ്യുന്നില്ല. ഫുഡ് ഇന്റർഫറൻസ് ഇല്ല ഈ മരുന്നിന് എന്നും കൂടി മനസ്സിലാക്കി. ഇനി മരുന്ന് പയോഗ്ലിറ്റസോണിനെ കുറിച്ചിട്ടാണ്. പയോഗ്ലിറ്റസോൺ ലിവറിൽ വെച്ചിട്ട് കരളിൽ വെച്ചിട്ട് മെറ്റബോളിസം നടക്കുന്ന മരുന്നാണ്. ലിവറിൽ വെച്ചിട്ട് ഇത് മെറ്റബോളിസം നടക്കുന്നുണ്ട്. അതിന് ഉപയോഗിക്കുന്നത് CYP2C8 ഉപയോഗിക്കുന്നുണ്ട്, 3A4 ഉപയോഗിക്കും. സോ മെറ്റബോളൈറ്റ്സിനും ആക്ടിവിറ്റി ഉണ്ട്. അതിനുശേഷം എക്സ്ക്രീറ്റഡ് ഇൻ ബൈലിലൂടെയാണ് പുറത്ത് കളയുക. ബൈൽ. സോ ലിവർ വഴിയാണ് പുറത്തേക്ക് പോവുക. എക്സ്ക്രീറ്റഡ് ഇൻ ബൈൽ എന്ന് വെച്ചാൽ ഫീസസിലൂടെ ആയിരിക്കും പോവുക. സോ ലിവർ തകരാറുള്ളവരിൽ അപ്പോൾ ഈ മരുന്ന് കഴിയുന്നതും ഒഴിവാക്കുക. മരുന്ന് നിയന്ത്രിക്കേണ്ടി വരും. സോ ഇൻ ലിവർ ഓർ ഹെപ്പാറ്റിക് ഡിസീസസിൽ ഈ മരുന്ന് നമുക്ക് ആശാസ്യകരമല്ല. ബൈലിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് കിഡ്നി ഡിസീസസിൽ കുഴപ്പമില്ല. സോ കിഡ്നി ഡിസീസിലെ വൺ ഓഫ് ദ സേഫസ്റ്റ് ഡ്രഗ്, ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഡ്രഗ് ആണ്. വൃക്ക രോഗികളിൽ ഈ മരുന്ന് സേഫ് ആണ്. സോ വൺ ഓഫ് ദ സേഫസ്റ്റ് ഡ്രഗ് ഇൻ DM, ഡയബറ്റീസ് മെലിറ്റസിലുള്ള സേഫസ്റ്റ് ഡ്രഗ് ആണ് പയോഗ്ലിറ്റസോൺ എന്ന് പറയുന്നത്. പക്ഷെ ലിവർ ഡിസീസസിൽ പറ്റില്ല. ഇനി അടുത്തൊരു കാര്യം, ഈ മരുന്ന് എല്ലാ രോഗികളിലും പ്രതികരിക്കണമെന്നില്ല. ഇപ്പൊ 100 പേർക്ക് നമ്മൾ ഈ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൽ 25 പേര് ഓർ 25% നോൺ റെസ്പോണ്ടേഴ്സ് ആയിരിക്കും. ഇപ്പൊ കുറച്ച് നാൾ നമ്മൾ ഈ മരുന്ന് ഉപയോഗിച്ചിട്ട് കുറയുന്നില്ലെങ്കിൽ അവരെ നമുക്ക് നോൺ റെസ്പോണ്ടേഴ്സ് ആയിട്ട് കൂട്ടേണ്ടി വരും. HbA1c എത്ര കുറയ്ക്കും എന്ന് വെച്ചാൽ 0.5 to 1.2% എങ്കിലും HbA1c കുറയും. ദെൻ മരുന്ന് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കും. ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കും എന്ന് വെച്ചാൽ നോ ഹൈപ്പോഗ്ലൈസീമിയ
അനീമിയ ഉണ്ടാക്കാനുള്ള ചാൻസ് ഇല്ല. സോ മുതിർന്നവരിൽ ഇത് അഡ്വാൻറ്റേജ് ആണ്. ഇനി ഈ ഗ്രൂപ്പ് ഓഫ് മരുന്നിന് മറ്റേതെങ്കിലും മേഖലകളിൽ ഗുണകരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബെനിഫിറ്റ്സ്, അതർ ബെനിഫിറ്റ്സ് ചോദിച്ചാൽ ഒന്ന്, ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് സ്ട്രോക്ക്. സ്ട്രോക്കിൻ്റെ റിസ്ക് കുറയ്ക്കാൻ പറ്റും എന്നാണ് പറയുക. സ്ട്രോക്കിൻ്റെ റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. MI അല്ല ഞാൻ ഉദ്ദേശിച്ചത്, സെറിബ്രോവാസ്കുലർ ആക്സിഡൻറ്റ്സ് കുറയ്ക്കാൻ പറ്റും. 2, ഇൻ പ്രീ ഡയബറ്റിസിൽ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. പ്രീ ഡയബറ്റിസ് മരുന്നുകൾ വേണമെങ്കിൽ കൊടുക്കാം. 3ാമത്തത് ഇൻ PCODs ഓർ PCOS പോളിസിസ്റ്റിക് ഓവറി ഡിസീസസിൽ അതിനകത്ത് ഇറ്റ് ക്യാൻ ഡിക്രീസ് ദ ഇൻസുലിൻ റെസിസ്റ്റൻസ്. സോ ഡിക്രീസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഓർ ഇൻക്രീസ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പം അതുകൊണ്ട് ഗുണകരമാണ്. സോ ഇംപ്രൂവ് ഓവുലേഷൻ വർദ്ധിപ്പിക്കാം. പക്ഷേ ഓവുലേഷൻ വർദ്ധിപ്പിച്ചിട്ട് ഇത് വെച്ച് പ്രഗ്നൻസി അറ്റൈൻ ചെയ്യാൻ പറ്റുമോ? അത് നല്ലതാണെന്ന് വെച്ചാൽ ദാറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഗുഡ്. ഓക്കെ, അടുത്തത് ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ NASH ഓർ അതിന് നമുക്ക് പറയാം നോൺ ആൽക്കഹോളിക് ടിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്നാണ് പറയാം. സോ അത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് NAFLD, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ഫാറ്റി ലിവർ ഡിസീസ് മദ്യം കഴിക്കാത്തത് കൊണ്ട് ഉണ്ടാകാവുന്ന ടൈപ്പിൽ ഇതിനകത്ത് ദിസ് ക്യാൻ ഇംപ്രൂവ് ഹെപ്പാറ്റിക് ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാം. ദെൻ ഹെപ്പാറ്റിക് ലിവർ ഫൈബ്രോസിസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. സോ അങ്ങനെയുള്ള ഗുണം ഉണ്ട്. ദെൻ നമ്മൾ പറഞ്ഞത് 15 മില്ലിഗ്രാം ആണ് സ്റ്റാർട്ടിംഗ് ഡോസ്. OD ആണെന്ന് പറഞ്ഞു എങ്കിലും ഇറ്റ് ക്യാൻ ബി സംടൈംസ് ഗിവൺ 7.5 മില്ലിഗ്രാം ആക്കിയിട്ട് BD 2 നേരം ആക്കുന്നതിലും വലിയ തടസ്സങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ദോഷഫലങ്ങൾ, അഡ്വേഴ്സ് എഫക്ട്സ് ആണ് നമുക്ക് പറയാനുള്ളത്. വെറും ദോഷഫലങ്ങൾ ചെറുതൊക്കെ ആണെങ്കിൽ ഹെഡ് ഏക്ക് നമുക്ക് പറയാം, മയാൾജിയ വേദന അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് പറയാം. അതല്ലാതെ പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്ട് പറയാനാണെങ്കിൽ 1 ഏറ്റവും പ്രധാനം ലിവർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇലവേഷൻ ഓഫ് ഹെപ്പാറ്റിക് എൻസൈംസിന്റെ അളവ് വർദ്ധിപ്പിക്കാം. ഓക്കെ, സോ ഇതിൽ ആദ്യം മരുന്ന് ട്രോഗ്ലിറ്റസോൺ എന്ന് പറയുന്ന മരുന്ന് ഹെപ്പാറ്റോക്സിക് ആണെന്ന് നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് അത് ബാൻ ചെയ്തത് കൂടിയാണ്. പക്ഷേ പയോഗ്ലിറ്റസോൺ, നമ്മളിവിടെ പറയുന്നത് പയോഗ്ലിറ്റസോൺ ആണ്. പയോഗ്ലിറ്റസോൺ കുറച്ച് ലിവർ എൻസൈംസ് വർദ്ധിപ്പിക്കാം എന്നല്ലാതെ വേറെ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നുമില്ല. മറ്റു മരുന്നുകളായിട്ട് ഇന്ററാക്ഷൻ ഉള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഒക്കെ ആണെങ്കിൽ ഇതിന്റെ ഫലം കുറയാനായിട്ട് ഇടയാകും. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബിക്കോസ് CYP2C8 അല്ലെങ്കിൽ CYP3A4 ഇന്ററാക്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറയും. എങ്കിലും ഈ മരുന്ന് കരൾ രോഗികളിൽ ലിവർ ഡിസീസസ് ഉണ്ടെങ്കിൽ, ആക്റ്റീവായിട്ടുള്ള ലിവർ ഡിസീസസ് ഉണ്ടെങ്കിൽ ഈ മരുന്ന് ഒഴിവാക്കുകയാണ് നമ്മൾ പറയുന്നത്. 2ാമത്തത് വെയിറ്റ് ഗെയിൻ ആണ്. വെയിറ്റ് ഗെയിൻ ഉണ്ടാകും. വെയിറ്റ് ഗെയിൻ നമ്മൾ പറഞ്ഞു 2 to 4 കിലോ വരെ വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കാം. ഓക്കെ, അത് കാരണം പുതിയ അഡിപ്പോസൈറ്റ്സ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഒരു കാരണം വെയിറ്റ് ഗെയിൻ. 3ാമത്തത് ഫ്ലൂയിഡ് റിറ്റൻഷൻ ആണ്. ഫ്ലൂയിഡ് റിറ്റൻഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഇൻക്രീസ്ഡ് പ്ലാസ്മ വോളിയം, ബ്ലഡിലെ പ്ലാസ്മയുടെ വോളിയം കൂടും. ഇതുണ്ടാവാൻ കാരണം കിഡ്നിയിലെ നെഫ്രോൺസിനകത്ത് ഈനാക് എപ്പിത്തീലിയൽ സോഡിയം ചാനൽ, ഈനാക് ചാനലിന്റെ എക്സ്പ്രഷൻ വർദ്ധിപ്പിക്കുന്നതുകൊണ്ടാണ്. അത് വർദ്ധിപ്പിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? സോഡിയം റീറ്റെയിൻ ചെയ്യുമ്പോൾ കൂടുതൽ വാട്ടർ വിൽ ബി റീറ്റെയിൻ. സോ അതുകൊണ്ട് പ്രശ്നം ആർക്കാണെന്ന് വെച്ചാൽ പ്രശ്നം CHF-ലാണ്. CHF സാധ്യതയുള്ള രോഗികളിൽ അല്ലെങ്കിൽ CHF ഉള്ള രോഗികളിൽ ദിസ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. CHF ഉണ്ടാകാൻ ചാൻസ് ഉള്ള രോഗികളിലും ഇത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഇത് കൂടാൻ ചാൻസ് ഉള്ളത് ഇൻസുലിനും കൂടി ഉപയോഗിക്കുന്ന ആൾക്കാരിലാണ്. സോ ദോസ് ഹു ആർ യൂസിങ് ഇൻസുലിൻ പ്ലസ് ദിസ് പയോഗ്ലിറ്റസോൺ, അവരിൽ CHF ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ഒട്ടും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് മെത്തേഡ്. 4ാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്ട് ബോൺ മിനറൽ ഡെൻസിറ്റി കുറയും. എല്ലുകളുടെ ബലം കുറയാനുള്ള ചാൻസ് ഉണ്ട്. ബോൺ മിനറൽ ഡെൻസിറ്റി കുറയുമ്പോഴത്തേക്കും ഫ്രാക്ചർ ചാൻസ് വർദ്ധിപ്പിക്കാം. അസ്ഥികൾ ഒടിയാനുള്ള, ബലക്ഷയം ഉണ്ടാകാനുള്ള ചാൻസ് വർദ്ധിപ്പിക്കാം. സോ ഇങ്ങനെ ചെയ്യുന്ന മറ്റൊരു ആന്റി ഡയബറ്റിക് ഡ്രഗ് നമ്മൾ പറഞ്ഞിട്ടില്ല, SGLT2 ഇൻഹിബിറ്റേഴ്സ് ആണ്. അത് നമ്മൾ പുറകെ കാണും. ഗ്ലിഫ്ലോസിൻസ്. ഇനി ഉള്ളത് 5ാമത്തെയാണ്. ചെറുതായിട്ട് അനീമിയ ഉണ്ടാക്കാം, വിളർച്ച ഉണ്ടാക്കാം. ദെൻ 6ാമത്തെ അഡ്വേഴ്സ് എഫക്ട് നമുക്ക് പറയാനുള്ളത് അൺപ്ലസന്റ്, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഹങ്കർ സെൻസേഷൻ, വിശപ്പ്. ഹങ്കർ സെൻസേഷൻ ഉണ്ടാക്കാം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലെപ്റ്റിന്റെ അളവ് കുറയ്ക്കുന്നു എന്നതുകൊണ്ടാണ്. വിശപ്പ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. വിശപ്പുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അപ്പോൾ വീണ്ടും വെയിറ്റ് ഗെയിൻ വർദ്ധിപ്പിക്കാം. ഫ്ലൂയിഡ് റിറ്റൻഷനും വെയിറ്റ് ഗെയിൻ വർദ്ധിപ്പിക്കാം. ഇനി 7ാമത്തെ പ്രശ്നം റോസിഗ്ലിറ്റസോണിനെ കുറിച്ചിട്ടാണ്. റോസിഗ്ലിറ്റസോണിനെ കുറിച്ചിട്ട് മാത്രമാണ്, പയോനെ കുറിച്ചിട്ടല്ല. ഇത് അവസാനിപ്പിക്കാൻ കാരണം, ഇതിന്റെ ഉപയോഗം നിർത്താൻ കാരണം ഇൻക്രീസ്ഡ് MI അല്ലെങ്കിൽ സ്ട്രോക്ക് ചാൻസസ് ഒക്കെ വർദ്ധിപ്പിക്കുന്നു എന്ന് കണ്ടിട്ടുള്ളതാണ്. കാർഡിയോവാസ്കുലർ ടോക്സിറ്റിയാണ്. പയോഗ്ലിറ്റസോണിന് ഈ പ്രശ്നങ്ങൾ ഇല്ല, അതുകൊണ്ട് അത് നിരോധിച്ചു. ദെൻ പയോഗ്ലിറ്റസോൺ ഇടക്കൊന്ന് നിരോധിച്ചു എന്ന് ഞാൻ പറഞ്ഞു. 8ാമത്തെ പ്രശ്നം എന്തുകൊണ്ട് നിരോധിച്ചു? 2013 സംഭവിച്ചത്. വെറും 2 മാസമാണ് നിരോധിച്ചത്. എവിടെയോ ഒരു പഠനങ്ങളിൽ യൂറിനറി ബ്ലാഡർ ക്യാൻസർ ഉണ്ടാക്കാം എന്ന് കണ്ടെത്തിയ
വരുത്തിയതായിട്ട് 2-3 റിപ്പോർട്ട് വന്നപ്പോഴാണ് അത് താൽക്കാലികമായിട്ട് നിരോധിച്ചത്. പക്ഷെ പിന്നീട് അത് തിരുത്തി. ഇപ്പോൾ 2013 തന്നെ 2 മാസത്തിന് ശേഷം അത് പയോഗ്ലിറ്റസോൺ അതുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി. ഇനി 9ാമത്തെ കാര്യം തലവേദന, മയാൾജിയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പയോഗ്ലിറ്റസോൺ വിഭാഗം അല്ലെങ്കിൽ പയോഗ്ലിറ്റസോണിനെ കുറിച്ച് കൂടുതലായിട്ടും നമുക്ക് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.